പുറപ്പാട് 23:20. പുറപ്പാട് 23:20. ഇതാ പറഞ്ഞേ. ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ. അപ്പൊ ഈ നാഫർ ആരാണ് എന്താ പറയുന്നത്? അവന്റെ ദൂതനാ. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതൻ അയക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ ദൂതൻ അയക്കും. എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവനെന്ത് ചെയ്യും? അവൻ നിന്റെ വഴികളിൽ പറഞ്ഞേ നിന്നെ കാത്തുകൊള്ളും. അപ്പൊ നമ്മുടെ കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരോ ഒന്നും അല്ല. ആരെയാണ്? ദൈവത്തെയാണ്. അവൻ്റെ ദൂതനാണ്. അതായത് ഞാൻ എന്തിനാ ഇപ്പം നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ടൈം നിങ്ങൾ മാനേജ് ചെയ്യണം. ചില ആൾക്കാർ മക്കളെ എന്ന് പറഞ്ഞ് മരിക്കാൻ നടക്കുന്നുണ്ട്. ചില അമ്മമാർ അവനോട് ഇപ്പം നിങ്ങൾ ദുബായിലോ റോമിലേക്കുള്ള മക്കളെ നിങ്ങൾ വിളിക്കും, എന്നിട്ട് കഴിച്ചാടാ കുടിച്ചാടാ കുളിച്ചാടാ എന്നൊക്കെ ചോദിക്കും. പ്രാർത്ഥിച്ചാടാന്ന് ഒരിക്കലും ചോദിക്കത്തില്ല ഈ പന്നി. അതാ പ്രശ്നം. എന്താ പ്രശ്നം? ഈ ജീവിതത്തിൽ അവർ ബേസിക്കായിട്ട് അമ്മയാണെങ്കിലും ലോകത്താൻ ജീവിയാണ്. അത് കാരണം അവളുടെ ആധ്യാത്മികതയെക്കുറിച്ച് അവർക്ക് കൺസെപ്റ്റ് ഇല്ല. എന്താ കാര്യം? ഇതിനാണ് ഈ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ബന്ധങ്ങളുടെ പരിപോഷണങ്ങളും ഒരു പക്ഷേ നാളെ നിങ്ങൾക്ക് ഒരു മൈനറായിട്ടുള്ള ഒരു കൺസോലേഷനിലൂടെ പോകത്തുള്ളൂ. ദൈവത്തെ മേജർ മിറക്കിൾസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. മേജർ മിറക്കിൾസ് എന്ന് പറഞ്ഞാൽ ഞാനെന്താ 12 കൊല്ലം ഈ വിജയകുമാറിൻ്റെ ഹോട്ടൽ വിൽക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച 12 കൊല്ലം. കാര്യം ഇത് മുഴുവൻ റിലയൻസിൻ്റെ ലോൺ എടുത്തിട്ട് ചെയ്യണതാണ്. ആ റിലയൻസിൻ്റെ ലോണെന്ന് പറയുമ്പോൾ അതിൻ്റെ പണ്ടാര പലിശ കയറിയിട്ട് കോടികളുടെ കടത്തിൽ വിജയകുമാർ മുങ്ങുകയാണ്. ആരോടും പറയിക്കാതെ പുതിയ ലോൺ എടുത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ മിടുക്കനായിട്ട് വരും, സിമ്പിളിനായിട്ട് പോകും. പക്ഷേ ഞങ്ങൾക്ക് മാത്രമേ രണ്ടുപേർക്കും രഹസ്യങ്ങൾ അറിയാൻ പാടുള്ളൂ. അപ്പം ഞാൻ ഒരു ദിവസം എത്ര പ്രാർത്ഥിച്ചിട്ടും ഈ ഹോട്ടൽ വിൽക്കണില്ല. ഹോട്ടൽ വിൽക്കാനല്ല, വേറെ ഒന്നും വിൽക്കാൻ അവിടെ ഇല്ല താനും. സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അത് വലിയ സ്ഥലങ്ങളാണ് കിടക്കുന്നത്, അതൊന്നും വിറ്റ് പോകണില്ല. എല്ലാം റിയൽ എസ്റ്റേറ്റ് പ്രോബ്ലത്തിൽ കിടക്കുകയാണ്. പല സ്ഥലങ്ങൾക്കും പല പ്രശ്നങ്ങളാണ് കിടക്കുന്നത്, റവന്യൂ പ്രോബ്ലംസ്. അപ്പോൾ വിജയകുമാർ അങ്ങനെ ഒരു വല്ലാത്തൊരു 0 ലെവലിലേക്ക് വരികയാണ്. അപ്പോഴാണ് എനിക്ക് കോവിഡ് വന്നത്. അപ്പം ഞാൻ അപ്പം തന്നെ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എനിക്ക് കോവിഡാണ്, ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. ഓക്കെ അച്ഛൻ കമ്മെന്ന് പറഞ്ഞു, നമുക്ക് ഉടനെ എളുപ്പം വരാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് പിന്നെ എന്താ ചെയ്തിരിക്കണത്? എനിക്ക് കോവിഡാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കോവിഡ് രോഗികളുടെ പോലെ അവിടുത്തെ ഒരു കോയമ്പത്തൂർ ആശുപത്രി കിടക്കണം, ചാർത്തിൽ കിടക്കണം. ഒരു ചാർത്താണ് ഉണ്ടായിരുന്നത്. കാര്യം കോവിഡുകാരെ അവരെല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണ് അവിടെ കുറേ കോവിഡ്. അതൊക്കെ അത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. കോവിഡുകാരെല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കിടന്നതിന് ശേഷം എനിക്ക് രാത്രിയാണ് അവിടെ പോയി അഡ്മിറ്റ് ചെയ്യണത്. പക്ഷേ എന്താ പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഈ ആന്തരിക അഭിഷേകം നിങ്ങളോട് എന്താ പറയാൻ കാരണം, ഇത്രയും ഇഷ്യൂസിലാണ് നിൽക്കണത്. ചില കോവിഡുകാർ മരിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കൊരു പ്രശ്നവുമില്ല. അതിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത്. അതായത് ഞാൻ റിലീവ്ഡ് ആകുമെന്നും എനിക്ക് ഐ ആം സോ ലൈവ് ആൻഡ് സോ ഹാപ്പി ആസ് ഇഫ് ഐ ആം നോട്ട് അഫക്റ്റഡ് ബൈ കോവിഡ്. അതായത് ഇത് സംഭവിക്കാത്ത പോലെ ഞാൻ കോവിഡ് അഫക്റ്റഡ് അല്ലാത്തതുപോലെ ഞാൻ ഹാപ്പിയാണ്. രാത്രി പിന്നെ വ്യത്യാസം 3 മണിയായപ്പോൾ എന്നെ മുറിയിലോട്ട് മാറ്റി 36 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും ഹോട്ടലിലോട്ട് മാറ്റി. അപ്പോൾ ഈ സമയങ്ങളെല്ലാം എൻ്റെ കൂടെ ജപമാല ഇരിക്കണം. അതിൻ്റെ നിങ്ങൾക്ക് അഭിഷേകം, പ്രാർത്ഥനയിൽ അഭിഷേകം വേണമെങ്കിൽ നിങ്ങൾ ജപമാലയിൽ നിന്ന് അഭിഷേകം മേടിക്കേണ്ടത്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് കാട്ടിലും ഏത് കോവിഡിലും കിടന്നുകൊണ്ട് നിങ്ങൾക്കത് പ്രാർത്ഥിക്കാൻ പറ്റും. ഇത്തിരി ഓർമ്മ മതി. എന്താണ് ജപമാലയ്ക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊടിക്ക് ഓർമ്മ, അത്രയേ ഉള്ളൂ. ജപമാല ചെല്ലാൻ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടിക്ക് ഓർമ്മ മതി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മരിച്ചിട്ടില്ല എന്നുള്ളൊരു ബോധം മതി നിനക്ക് ഒരു ജപമാല ആക്ടിവേറ്റ് ആകാൻ. അപ്പോൾ ഞാൻ ഈ ജപമാല എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ, ഒരു ദിവസം 10-40 ജപമാല ചെല്ലും. കിടക്കാനല്ല, ചുമയുള്ള കാരണം ഇങ്ങനെ കിടക്കാൻ പറ്റും, ഇങ്ങനെ താങ്ങിയിരിക്കുകയല്ലേ. അപ്പോൾ ഇരുന്നുകൊണ്ട് ജപമാല ചെല്ലുകയാണ്. ജപമാല ചൊല്ലി ഒരു ദിവസം സാറ് കയറി വന്ന് മുറി. ഇപ്പോൾ സാറിനാണെങ്കിൽ കോവിഡാണെങ്കിൽ സാറിന് അങ്ങനെ പേടിയൊന്നുമില്ല. സാർ എൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുകയാണ്. എന്നോട് പറഞ്ഞ്, അച്ഛാ കടം ഇത്തിരി പ്രശ്നമാകുന്നുണ്ട്, ഈ സംഭവം ഒന്ന് ഡിസ്പോസ് ആയാൽ മാത്രമേ, അതായത് ഹോട്ടലാണേ, ഡിസ്പോസ് ആയാൽ മാത്രമേ നടക്കത്തുള്ളത്. ഞാൻ പറഞ്ഞു, ഈ ദിവസങ്ങൾ ഞാനത് പറയേണ്ട സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്.
കാര്യം ഇപ്പോൾ കോവിഡ് പിടിച്ച് രോഗം പിടിച്ച് എന്നിട്ടും ഉള്ള ബോധത്തിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയ പ്രാർത്ഥനയിലില്ല. കർത്താവ് കുരിശിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന പോലെയുള്ള ഈ പ്രാർത്ഥനയുടെ മൂല്യം കൂടുന്നുണ്ട്. രോഗിയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അതാ, പ്രാർത്ഥനയുടെ മൂല്യം കൂടും. പണ്ട് നമുക്ക് ആരോഗ്യത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൊന്തയ്ക്ക് 10 പോയിൻ്റ് ആണെങ്കിൽ നമ്മളൊരു വലിയ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൊന്തയ്ക്ക് 40 പോയിൻ്റ് ആകും. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം, പ്രാർത്ഥനയുടെ മൂല്യം അത് ഏത് ശാരീരിക മാനസിക അവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നതെന്നാണ്. അതായത് നിങ്ങൾക്ക് പ്രാർത്ഥന വരം കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സെക്ഷനിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ജിൻസി ഇല്ലേ, ജിൻസി എന്നാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിൻസിയുടെ ഭർത്താവിന് കിഡ്നി അസുഖമാണെന്ന് കേട്ടപ്പോൾ തന്നെ ജിൻസി എന്താ പറയണത്, എനിക്കിപ്പോൾ പിന്നെ പ്രാർത്ഥന ഒന്നും ഓർമ്മയില്ലെന്നാണ് പറയണത്. അതായത് ഭർത്താവിന് കിഡ്നിയുടെ അസുഖമാണെന്ന് ഡയഗ്നോസ് ചെയ്തപ്പോൾ തന്നെ പിന്നെ എന്താ പറയണത്, എനിക്ക് പ്രാർത്ഥന ഒന്നും ഓർമ്മയില്ല. ഞാൻ പറയണത് പരിശുദ്ധ പരമദിവ്യകാരുണ്യം എൻ്റെ മാതാവേ, പരിശുദ്ധ എന്താണ് പറയണത് നമുക്കൊരു പിടിയില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യം എൻ്റെ മാതാവേ. പ്രാർത്ഥനയെല്ലാം മറന്നുപോയി, വിശ്വാസപ്രമാണം മറന്നുപോയി, ജപമാല മറന്നുപോയി, പ്രാർത്ഥിക്കാൻ എന്ത് പ്രാർത്ഥന ആദ്യം പ്രാർത്ഥിക്കണം അറിയാൻ പാടില്ല, അതിൻ്റെ പ്രാർത്ഥനയുടെ സീക്വൻസ് മറന്നുപോയി, ക്രമമെല്ലാം തെറ്റിപ്പോയി. എൻ്റെ മാതാവേ എൻ്റെ മാതാവേ എന്നുള്ളത് അതും ഒരു ചെറിയ മൈനർ പ്രാർത്ഥനാ അനുഭവമാണ്. പക്ഷേ നിങ്ങളുടെ ക്ലേശങ്ങൾ വർദ്ധിക്കുമ്പോൾ നിങ്ങൾ ബോധപൂർവം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അതിന് പ്രാർത്ഥനാ വരമെന്ന് പറയും. എല്ലാവർക്കും ഉള്ളത് പ്രാർത്ഥനയാണ്, പ്രാർത്ഥനാ വരമല്ല. പ്രാർത്ഥനാ വരവെന്ന് പറയുന്നത് പ്രെയർ ഇൻ ഡിഫിക്കൽട്ട് ടൈംസിലാണ് പ്രാർത്ഥനാ വരവെന്ന് പറയും. എല്ലാവർക്കും പ്രാർത്ഥന ചെല്ലാൻ അറിയാം, അത് പക്ഷേ മേജർ ആയിട്ടുള്ള വിഷയം വന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ലാതെ വരും. തന്നെയല്ല, മേജറായിട്ടുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥന കിട്ടത്തില്ല, ചെല്ലാൻ കിട്ടത്തില്ല. അല്ല പറയാം, എനിക്ക് പ്രാർത്ഥന കിട്ടി, ഞാൻ എല്ലാ പ്രാർത്ഥനയും മറന്നുപോയി, ഡിലീറ്റായിപ്പോയി പ്രാർത്ഥന, ആവിയായിപ്പോയി പ്രാർത്ഥന. വിശ്വാസം ആവിയാവുകയും പ്രാർത്ഥന ഡിലീറ്റായും ചെയ്യുന്ന ഒരു ഭയങ്കര കാളരാത്രി. പക്ഷേ എനിക്കങ്ങനെ സംഭവിച്ചില്ല. ശരിക്കും ഞാനത് വളരെ ബോധത്തോടു കൂടി സന്തോഷത്തോടു കൂടിയാണ് ഈ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് സാറ് പറയണത് ഇങ്ങനെ ഒരു വിഷയമുണ്ട്. ഞാനത് പ്രാർത്ഥനയെ വെച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷേ ഞാൻ അവിടുന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രയും നാൾ സാറിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയ ഹോസ്പിറ്റലുണ്ട്, അവർക്കൊരു പ്രോജക്റ്റ് വന്ന് ആ ഹോസ്പിറ്റൽ എക്സ്പാൻഡ് ചെയ്യണമെന്ന്. അവരുടനെ സാറിനോട് വന്ന് ചോദിച്ചു, ഈ ഹോസ്പിറ്റൽ നിങ്ങളുടെ ഹോട്ടൽ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ എന്നാ വിലയെന്ന് പറഞ്ഞ്. അപ്പോൾ സാറ് പറഞ്ഞ് ഇതിന് 22 കോടി എന്ന് പറഞ്ഞു. 22 കോടി എന്ന് പറഞ്ഞ്. 22 കോടി എന്ന് പറഞ്ഞെങ്കിലും അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് 22 കോടി എന്നാണ് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കടങ്ങളെല്ലാം പരിഹരിച്ച് കഴിഞ്ഞാൽ എന്ത് മിച്ചം ഉണ്ടാകുമെന്ന് എനിക്കൊരു ധാരണ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സാറിനോട് പറഞ്ഞു, സാറേ എത്ര കുറച്ചാലും 18 ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് പോണുമ്പോൾ തന്നെ ഒരു കെട്ട് പൈസയുമായിട്ട് സാറ് വന്നു. എന്താ കാര്യം, അഡ്വാൻസ് തന്നതാണ്. കുറച്ച് ക്യാഷും കുറേ ചെക്കുമായിട്ട് അവിടെ നടക്കണതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഈ അനുഭവങ്ങൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്ലേശകാലങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മൂല്യം കൂടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ ഉടമ്പടി എടുത്തല്ല, ദൈവം എനിക്കിട്ടെന്താ ഇങ്ങനെ ചെയ്തത്, ഉടമ്പടി എടുക്കാത്തവളൊക്കെ വെള്ളം അടിച്ച് സുന്ദരമായിട്ട് നടക്കണം, കല്യാണം കെട്ടിയും ഒക്കെ നടക്കണം, എനിക്ക് മാത്രമാണ് പ്രയാസമെന്ന് നിങ്ങൾ പറയരുത്. നമ്മളുടെ നിലപാട്, ഞാൻ 12 കൊല്ലം ആ ഹോട്ടൽ വിൽക്കാനുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എന്ത് കടം കൊണ്ടായാലും ഇതിന് ഫ്രണ്ടിലുള്ള സ്ഥലം എടുത്തില്ലെങ്കിൽ നമ്മൾക്ക് ഈ ഹോട്ടൽ റൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്നോട് ചോദിച്ചത് എങ്ങനെ എടുക്കും, ഫ്രണ്ടിലുള്ള സ്ഥലത്തിലൊക്കെ കോയമ്പത്തൂർ ഭയങ്കര വിലയാണ്. ഞാൻ പറഞ്ഞ് കടം മേടിച്ചാലും എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ്. കാര്യം എൻ്റെ മനസ്സിൽ അന്ന് സാറിൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞ്, ഇന്നല്ലെങ്കിൽ സാററിയണ്ട, ഇന്നല്ലെങ്കിൽ നാളെ നമുക്കിത് വിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ടാണ് ഞാൻ വെഞ്ചരിച്ചിട്ട് പോരണത്. വെഞ്ചരിക്കുകയും ചെയ്തിട്ട് ഒട്ടൻ്റെ വിൽപ്പനയും തീരുമാനിച്ചിട്ടാണ് പോരണത് അവിടുന്ന്. എന്താ കാര്യം, അതാണ് എൻ്റെ കിടപ്പെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ചെയ്ത് നോക്കുന്ന റവന്യൂ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകരുത്, അതുകൊണ്ടാണ് അത് സേഫ് ആക്കണം അത്രയും സ്ഥലം. അത് നമുക്ക് ആരെങ്കിലും കൊടുത്താൽ എടുക്കണം, അവർക്ക് നാളെ പണി വരരുത്, അങ്ങനെ കറക്റ്റ് ചെയ്ത്. അപ്പോൾ പക്ഷേ ഇത്രയും 12 കൊല്ലമായിട്ട് നടക്കണില്ല. അപ്പം നിങ്ങളെന്താ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മൂല്യം വർദ്ധനയുണ്ടെങ്കിൽ നിങ്ങളിപ്പം നിലവിലുള്ള കുരിശിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യണം. അതെപ്പോഴും ഭയങ്കര സീരിയസ് വിഷയമാണ്. നിങ്ങൾ കുരിശിനെ റിജക്റ്റ് ചെയ്യണത്, അപ്പോൾ നിങ്ങളുടെ മൂല്യം പോകും.
ഇപ്പം നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മരുമകൾ നിങ്ങളുടെ കഴുത്തേ കയറുന്ന പാർട്ടിയാണ്, അല്ലെങ്കിൽ അവൾ തന്നെത്താനായിട്ട് അവൾ വീട്ടിൽ പോയി നിൽക്കുകയാണ്. എന്നിട്ട് നിങ്ങളെക്കുറിച്ച് പറയണത് നിങ്ങൾ അവരെ തള്ളി പുറത്താക്കിയതാണ്, നിങ്ങളുടെ സ്വർണ്ണമൊക്കെ അവളുടെ സ്വർണ്ണമൊക്കെ നിങ്ങളെടുത്തെന്നായിരിക്കും പറയണത്. അവളുടെ സ്വർണ്ണമൊക്കെ നിങ്ങളെടുത്തെന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ പോയി നിൽക്കുകയാണ്. അവൾ വീട്ടിൽ പോയി നിൽക്കണതിന് നാട്ടുകാരോട് പറയാനൊരു കാരണമാണ്. ഇപ്പം നിങ്ങൾക്കെന്ത് പറ്റി? മകൻ്റെ ജീവിതവും പോയി, നിങ്ങൾ കള്ളിയുമായി, അവളുടെ സ്വർണ്ണം അടിച്ച് മാറ്റിയ കള്ളിയുമായി നിങ്ങൾ ആകപ്പാടെ. അപ്പം നിങ്ങൾക്ക് വൈരാഗ്യവും വിദ്വേഷമേ കൂടത്തുള്ളൂ. അതല്ല, ആ കുരിശിനെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അക്സെപ്റ്റ് ചെയ്യണം. അവൾ എന്തും പറഞ്ഞോട്ടോ, എൻ്റെ മകൾ നാളെ ശരിയായിക്കൊള്ളും, അല്ലെങ്കിൽ കർത്താവ് അവളെ ശരിയാക്കും. അതിൻ്റെ പേരിൽ നിങ്ങൾ പുതിയ പാപിയായിട്ട് മാറരുത്. പിടിയില്ല, പറഞ്ഞു കേട്ടില്ലേ? നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ തരുന്ന ഉടമ്പടി കാലം എന്ന് വെച്ചാൽ ഉടമ്പടി ഒരു ജീവിത രീതിയാണ്, അല്ലാതെ അതൊരു പ്രാർത്ഥനാ രീതിയല്ല. ഉടമ്പടിയുടെ ഒരു ജീവിത രീതി, അതിനൊരു ഉടമ്പടിയുടെ തനത് നിലപാടുണ്ട്, തനത് സമീപനമുണ്ട്, എല്ലാ വിഷയങ്ങളും. ഇതിനാണ് മാതാവ് സെപ്റ്റംബർ 7 ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞത്. ഇത് ഫയറാകുന്ന ഡിസ്പോസിഷൻസ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഈ മനുഷ്യന് എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ വൈശാഖിൻ്റെ കാര്യം തന്നെ എടുക്കാം. വൈശാഖിന് ഇപ്പോൾ എത്രയ്ക്ക് 10 ലക്ഷം ദിർഹംസാണ് കിട്ടിയിരിക്കണം, 10 ദിർഹംസിന് പകരം. ഉടനെ കമ്പനി അവനെ രണ്ടാമത് തിരിച്ചെടുക്കുകയും ചെയ്ത് അവന് 10 ലക്ഷം ദിർഹംസ് അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഇട്ട് കൊടുത്തപ്പോൾ അവൻ്റെ ലോണെല്ലാം അടച്ചു തീർത്ത്. നല്ല കാശായിരുന്നു ഇതിൻ്റെ ഓപ്പറേഷനെ. ആ ലോണെല്ലാം അടച്ചു തീർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു സംഭവം, ഇത്രയും നാൾ കിട്ടായിരുന്ന ഇൻഷുറൻസ് മുഴുവനും പാസ്സായി. ഒരു മനുഷ്യൻ 10 ദിർഹംസ് കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയിലേക്ക് വരികയാണ്. എപ്പോഴും വിചാരിക്കേണ്ടത്, നിങ്ങൾ ചെയ്യണത് ഇത് കിട്ടുമെന്ന് ഓർത്തിട്ടാണ് വൈശാഖ് ചെയ്തത് അല്ല. ഞാനിങ്ങനെ പറയണമുണ്ട്, ഇങ്ങനെ കിട്ടുമെന്ന് ഓർത്തോട്ട് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത്, കർത്താവ് എന്നെ സംരക്ഷിക്കും, ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനയക്കും, അവൻ നിന്നെ കാത്തുകൊള്ളുന്ന സംഭവിക്കും. അത് കർത്താവിൻ്റെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കാവല് സംരക്ഷണം നോക്കുക. റീഡ് ഇറ്റ് അഗൈൻ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. അപ്പം നിന്റെ വഴികളിൽ, ജീവിത വഴിയാണ് ഉദ്ദേശിക്കുന്നത്, അല്ല കൃപാസനത്തിൽ വന്നിട്ട് വീട്ടിൽ പോയ വഴിയല്ല ഉദ്ദേശിക്കുന്നത്. നിന്റെ വഴിയെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ നിത്യത വരെയാണ് നമ്മുടെ വഴിയുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വഴി എവിടെ നിന്നാണ്? നിത്യത വരെ കിടക്കണം ആ വഴി. അപ്പം നിന്റെ വഴികളിൽ എന്തു ചെയ്യും? നിന്നെ കാത്തുകൊള്ളും, നിത്യത നേടുന്നതിലെന്ന്. ഈ വൈശാഖ അവസാനം പറയുന്നൊരു വാക്കുണ്ട്, അത് എന്നെ വളരെ ഞെട്ടിപ്പിച്ചൊരു വാക്കാണ്. മരണം വരെ ഉടമ്പടി ജീവിക്കുവാൻ നമുക്ക് കഴിയണമെന്ന്. നിങ്ങൾക്കറിയാമല്ലോ. അതായത് ഇതെങ്ങനെ തുടങ്ങിയത്? കൃപാസനം മാതാവ് എന്ന് പറയുന്നത് ഭൂലോക തട്ടിപ്പാടെന്ന് പറഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയ ആളാണ്. എന്നിട്ട് ഈ മനുഷ്യൻ്റെ ഓരോ ഘട്ടമായിട്ട് അനുഭവത്തിലൂടെ മനുഷ്യൻ തന്നെ കണ്ടില്ലേ. ഇപ്പം എന്താ അവസാനം പറയണത്? മരണം വരെ നമുക്ക് ഉടമ്പടിയിൽ ജീവിക്കാൻ കഴിയണം. അപ്പം ആ ഉടമ്പടിയെക്കുറിച്ച് ആ മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും വലിയ കൺവിക്ഷനായിപ്പോയി. ഞാനെപ്പോഴും സന്തോഷിക്കണതേ, ഞാനെപ്പോഴും വൈ ഐ ആം എ മിഷണറി എന്ന് എന്നോട് ചോദിച്ചാൽ, ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, വൈ യു ആർ എ മിഷണറി. കാരണം എൻ്റെ ഉടുപ്പ് എൻ്റെ പട്ടം കിട്ടി 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഉടുപ്പ് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഞാൻ മിഷണറി ആണെന്നുള്ള ബോധം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇടവകയിൽ ജീവിക്കുമ്പോൾ തന്നെ ഒരു മിഷൻ കോൺഗ്രിഗേഷനിൽ പോയി ചേരേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഇടവക വൈദ്യന് മിഷണറി ആകാൻ പറ്റും. മിഷണറിയുടെ ജോലി എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അപ്പോൾ നമ്മൾ മിഷണറിയായി. ഇപ്പം ഞാൻ മിഷണറിയായി, നിങ്ങളും മിഷണറി ആയില്ലേ? നിങ്ങളും മിഷണറി അല്ലേ ഇപ്പം? അപ്പോൾ അതിനേക്കാൾ വലിയൊരു ജോലി ഒരു മനുഷ്യന് ദൈവത്തിന് വേണ്ടി ചെയ്യാനില്ല. അതാണ് പ്രശ്നം. അപ്പം ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു വിഷയം, എന്നോട് ചോദിക്കണം നിങ്ങൾ വൈ യു ആർ എ മിഷണറി എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയുമെന്നറിയാവോ? എന്നോട് ചോദിക്കണം വൈ യു ആർ എ മിഷണറി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്ക് ക്രിസ്തു എന്ന് പറയുന്ന ആൾ, ക്രിസ്തുവിനെ കൊണ്ട് ഞാൻ ഒത്തിരിയേറെ കരഞ്ഞിട്ടുണ്ട് സന്തോഷം കൊണ്ട്. അത്രയ്ക്ക് സംഭവമാണ് കർത്താവ്. നിങ്ങൾക്ക് ഞാൻ മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെടുന്നു പറയുമ്പോൾ നിങ്ങളൊക്കെ ഞാൻ മാതാവുമായിട്ടാണ് ബന്ധമെന്ന്. അങ്ങനെയല്ല, അത് സംഭവം അതല്ല. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം എന്ന് പറയണത്, ഞാൻ ക്രിസ്തുവുമായിട്ട്
ഏതാണ്ട് എനിക്ക് 4 വയസ്സുള്ളപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ട്. അതൊരു ആനപ്പുറത്ത് വെള്ള ലോഹയിട്ട് ചുവപ്പ് അങ്കിയിട്ട കർത്താവ് ആനപ്പുറത്ത് പോകണം. ഞാൻ എൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട് 4 വയസ്സിലെ സ്വപ്നം. അന്ന് മുതലാണ് ഞാൻ ഈ കർത്താവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഞാൻ പിന്നെ എൻ്റെ അപ്പനുമായിട്ട് 7ാമത്തെ വയസ്സിലോ അതോ 6ാമത്തെ വയസ്സിലോ ഞാൻ അപ്പനുമായിട്ട് സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞ് നടക്കുമ്പോൾ ഞങ്ങളുടെ ചെമ്പരത്തിക്കാട്ടിലെ കർത്താവിൻ്റെ ഒരു വലിയ മുൾക്കിരീടം അണിഞ്ഞ രൂപം കാണാം. അന്ന് മനസ്സിലായില്ല ഇത് നമ്മുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പം ഞാൻ അപ്പനോട് പറയും, അപ്പ അതേ കർത്താവ് നിൽക്കണേ. ഏത് കർത്താവ് വെച്ചാൽ ഞങ്ങളുടെ വണക്കമാസ പുസ്തകത്തിലൊരു കർത്താവുണ്ട്. ഞങ്ങളുടെ വണക്കമാസ പുസ്തകത്തിരിക്കുന്ന വൈറ്റ് ആൻഡ് ബ്ലാക്ക് കർത്താവിൻ്റെ തലയിൽ മുഴുവൻ മുൾക്കിരീടമാണ്. അപ്പോഴാ കർത്താവിനാണ് ഞാൻ ഇരുട്ടത്ത് ഈ ചന്ദ്രൻ്റെ പ്രകാശത്തിൽ സന്ധ്യയ്ക്ക് ചെമ്പരത്തിക്കാട്ടി കാണുന്നത്. കർത്താവ് എന്നെ വളരെ ശ്രദ്ധിച്ച് നോക്കുകയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞു മനസ്സിലുള്ളത് ഞാൻ സ്വപ്നത്തിൽ കണ്ട കർത്താവിൻ്റെ മുഖം തന്നെയുള്ള ഇതെന്ന്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചെന്നോ കർത്താവിനെ കുറിച്ചിക്കപ്പെടുന്നോ അതും എനിക്കറിയത്തില്ല. എൻ്റെ പ്രായം ചെറുതാണല്ലോ. പക്ഷേ അതേസമയം തന്നെ കർത്താവ് എന്ന് എനിക്ക് പുറത്ത് ഞാൻ പ്രാർത്ഥിക്കണ ദൈവം എൻ്റെ കൺമുമ്പിലുണ്ടെന്നുള്ള ബോധം എനിക്കുണ്ട്. അന്ന് മുതലാണ് ഞാൻ ഈ ആളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. എൻ്റെ ലൈഫ് ഹിസ്റ്ററിയിൽ മുഴുവനും അത് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് കർത്താവ് അവസാനം ഞാൻ പട്ടത്തിന് ചേർന്ന് പട്ടം പഠിക്കി കഴിഞ്ഞ് പട്ടത്തിൻ്റെ സമയത്തൊക്കെ രാത്രിയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അവസാനം ഞാൻ പട്ടം എനിക്ക് ദൈവം തന്നതിന് ശേഷം ഞാൻ പള്ളിയിലോട്ട് വന്നു. ഒരു പള്ളി, മനക്കോടം പള്ളി. നിങ്ങൾ മനക്കോടത്ത് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ട് അപ്പം ചെയ്യണ പള്ളി മനക്കോടം പള്ളിയിലാണ്. ഞാൻ ഇടവക ജീവിതം ഏതാണ്ട് അവസാനിപ്പിക്കണേണ്ട അവിടെ വെച്ചാണ്. കാര്യം അവിടെ വന്ന് തന്നെ തിരിച്ചു വന്ന് ഞാൻ അവിടെ ഫൊറോണ വികാരിയായിട്ടാണ് ഒരു സെക്ഷൻ ജീവിതം അവസാനിപ്പിക്കണത്. പിന്നെ ഇരുന്നെല്ലാം കൊച്ചുപള്ളി ചാപ്പൽ കെയർടേക്കറായിട്ട് ഇരുന്നത്. ഇപ്പോഴും ഒരു കൊച്ചുപള്ളിയായിരിക്കണേ. അപ്പോൾ അതൊരു സെക്ഷനാണ്. അവിടെ വെച്ചാണ് 2004 അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. അതായത് കൊച്ചുപള്ളിയിൽ ഞാൻ അസ്തന്തിയായിട്ട് വന്ന പള്ളി തന്നെ ഫൊറോണ വികാരിയായിട്ട് വന്നിട്ട് എൻ്റെ പട്ട ജീവിതം ഏറെക്കുറെ ഒരു കട്ട എത്തുമ്പോഴാണ് 2004. അത് 2004 അപ്പോഴാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെ. പിന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടിയുള്ള ആധ്യാത്മികമായ യാത്രയിൽ ആദ്യം സംഭവിക്കുന്നത് അമ്മ ഞാൻ ആ കൊച്ചു പള്ളിയിൽ ഈ മരക്കൂടത്ത് പള്ളിയിൽ ചാർജ് എടുത്ത് ഒരു ജനുവരി 18-ാം തീയതി ചാർജ് എടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ അമ്മ അധികം യാത്ര ചെവി കേൾക്കാൻ കാരണം അധികം യാത്ര ഒന്നുമില്ല. അപ്പം മനക്കോടത്ത് എവിടെയോ ഒരു അടിയന്തരത്തിന് വന്ന അമ്മ അപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നു. ഞാൻ അച്ഛനായി ചാർജ് എടുത്തിട്ട് 3 ദിവസം ആയുള്ളൂ. അപ്പോൾ അമ്മ വന്നപ്പോൾ ഞാനൊരു ഷെഡിൽ താമസിക്കുകയാണ്. കാര്യം അവിടെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ അച്ഛന്മാർക്ക് താമസിക്കാൻ സ്ഥലമില്ലായിരുന്നു. ചവവണ്ടി ഇട്ടിരുന്ന സ്ഥലത്തുനിന്ന് ചവവണ്ടി അവരെടുത്ത് മാറ്റിയിട്ട് എന്നെ കയറ്റി കിടത്തി അവിടെ. അത്രയുള്ള സംഭവം. ആ ഒരു കാലമാണത്. കാര്യം ആ പള്ളിയിൽ ഇന്ന് നല്ല സിറ്റുവേഷൻ ഉണ്ട് അവിടെ. ഞാനും ഫൊറോണ വികാരിയായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ അവിടെ പോയി താമസിച്ചത്. പക്ഷേ ഞാൻ തുടങ്ങിയത് ശവവണ്ടി എൻ്റെ അരികിൽ കിടക്കും, ഞാൻ ഇപ്പുറത്ത് ഷെഡിൽ കിടക്കും. ഷെഡിൽ കിടന്ന് ശവവണ്ടി പുറത്തെടുത്തിട്ട് അതിനൊരു പ്രത്യേക ഒരു ചാർത്തെടുത്തിട്ട് ഞാൻ ഈ ഷെഡിൽ ഒരു കട്ടിലിട്ട് അവിടെ കിടക്കും. അങ്ങനെയാണ്. അവിടെ ആണ് അമ്മ വരണത്. അപ്പോൾ അമ്മ വന്നിട്ട് അമ്മ എനിക്ക് ഒരു പടം തന്ന്. കാര്യം ഞാൻ സംസാരിക്കുമ്പോൾ സ്വരത്തിൽ സംസാരിക്കണം, അമ്മയ്ക്ക് അധികം കേൾക്കാൻ പാടില്ല. അപ്പോൾ അമ്മ അധികം സംസാരിക്കണില്ല. ഞാനൊരു അടിയന്തരത്തിൽ വന്നാണെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അമ്മ എനിക്കൊരു പടം തന്ന്. പടം കണ്ടോടുകൂടി കണ്ണ് നിറഞ്ഞു പോയി. എന്താ കാര്യം? ഞാൻ ആ 6 വയസ്സിലാണ് മറ്റേ ചെമ്പരത്തിക്കാട്ടി കണ്ട അതേ പടം, അമ്മയുടെ വണക്കമാസ പുസ്തകത്തിൽ പണ്ടുണ്ടായിരുന്ന പടം തിരിച്ച് അമ്മ എനിക്ക് തന്നു. അതൊരു സ്ഥിരീകരണമാണ്. എന്നുവെച്ചാൽ നിൻ്റെ കൂടെ നീ ഇന്ന് എൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. എൻ്റെ ജോലി നിന്നെ ഞാൻ വിളിച്ചത് 4 വയസ്സിലും 6 വയസ്സിലുമാണ് നിന്നെ വിളിച്ചത്. അത് നീ തുടങ്ങിയിരിക്കുകയാണ്. ഒരു ഓർമ്മ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. മുൾക്കിരീടം വഹിച്ചാണെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യങ്ങൾ. ഈ ക്ലേശകാലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യവും ഛായയും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലേശങ്ങൾ വരുമ്പോൾ ഉടനെ ദൈവം എന്നെ കൈവിട്ട് ഉടമ്പടി എടുത്തിട്ട് എന്ത് കാര്യം? ഉടമ്പടി എടുക്കാത്തവന്മാരൊക്കെ അടിച്ചോട് ജീവിക്കണം, ഞാൻ മാത്രം നരകിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത ശാസി ഡയലോഗ് അടിക്കരുത്. മിണ്ടാതിരിക്കണം, മൗനമായിരിക്കണം, മറിയത്തെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഇതൊക്കെ ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചാണെന്ന് നിങ്ങൾ പറയരുത്. നമ്മുടെ ജീവിതത്തിൽ ഒന്നും അങ്ങനെ ആക്സിഡൻ്റലായിട്ട് സംഭവിക്കത്തില്ല. എല്ലാത്തിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു കണക്ക് കൂട്ടലുണ്ട്.
കാര്യം അമ്മ എനിക്ക് ഈ രൂപം തന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത്, തലേ ദിവസം അവിടെ അർത്ഥിയിൽ തിരുമല ഭാഗത്ത് ഒരു മണിസാറുണ്ടായിരുന്നു. അപ്പോൾ മണിസാറിൻ്റെ അടുത്ത് പോയി പഠിക്കുന്ന ഒരു ഈഴവ സമുദായത്തിലൊരു സഹോദരനുണ്ടായിരുന്നു. എൻ്റെ വലിയ അടുത്ത ആത്മസുഹൃത്താണ്, ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ചിത്ര എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചിത്രൻ തലേ ദിവസം വന്ന് പറഞ്ഞു, അച്ഛാ മണിസാറിൻ്റെ ക്ലാസ്സിൽ എൻ്റെ ഡ്രോയിങ് കഴിഞ്ഞു, ഞാൻ ഇനി ഫീൽഡ് വർക്കിന് ജോലിക്ക് ഇറങ്ങാൻ പോകണമെന്ന് പറഞ്ഞു. അത് തലേ ദിവസം അമ്മ പറഞ്ഞതിന് തലേ ദിവസമാണത് പറഞ്ഞത്. അപ്പോഴും അമ്മ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചിത്രനെ ഓർത്തു, ദൈവമേ ചിത്രൻ പെയിൻറ്റ് ചെയ്യുമില്ല, ചിത്രനെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചിത്രനോട് പറഞ്ഞേടാ, എല്ലാം കൂടി എൻ്റെ അടുത്ത് 2000 രൂപയുണ്ട്. അന്നത്താണ് 86 2000 രൂപയാണ്. ഇതാണ് എൻ്റെ ഉള്ളത്, അത് ഞാൻ നിനക്ക് തരാം. നീ എനിക്ക് ഈ ചിത്രം ഒരു ക്യാൻവാസിൽ വരച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പം അന്നത്തെ 2000 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇന്നത്തെ ഒരു അന്ന് 86 ഇപ്പോൾ എത്രയോ വർഷം കഴിഞ്ഞ് 38 വർഷമായില്ലേ. അപ്പോൾ അന്നത്തെ 2000 രൂപയ്ക്ക് അതിൻ്റെ വില ഉണ്ട്. എത്രയാണെന്ന് എനിക്കറിയാൻ പാടില്ല, മൂല്യം ഇന്നത്തെ മൂല്യം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ആ ചിത്രത്തിന് 2000 രൂപ കൊടുത്ത് പറഞ്ഞു, ഇതൊന്ന് വരച്ചു തരാൻ പറഞ്ഞു. എന്താണ്, എനിക്കത് സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ഞാനത് സീരിയസ് ആയിട്ട് എടുത്തു. ദൈവം എൻ്റെ ജീവിതത്തിലൂടെ സഞ്ചരിച്ച് വന്ന് എത്തിയിട്ടുള്ള വഴികളെക്കുറിച്ച് പിന്നെ ഞാൻ ചെയ്യണത് ആ അന്നത്തെ കാലത്ത് വരപ്പിച്ചെടുത്ത ചിത്രം പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇടവകയിൽ ചെല്ലുമ്പോൾ യാത്ര ട്രാൻസ്ഫർ ആകുമ്പോൾ എല്ലാ വണ്ടിയും പുസ്തകവും ചെടിച്ചട്ടിയും എല്ലാം കയറ്റി വിടും. പക്ഷേ ഞാൻ പോകുമ്പോൾ എൻ്റെ കാറിൽ ഈ ചിത്രം മടി വെച്ചുകൊണ്ടാണ് ഞാൻ പോണത്. അത് ഒരു ബന്ധമാണ് ശരിക്കും. എൻ്റെ കാറിൽ ചിത്രം ഉണ്ടാവും. എന്നിട്ട് ഞാൻ അവസാനം കൃപാസനം സ്ഥാപിച്ച് എനിക്ക് സ്വന്തമായിട്ടൊരു ഓഫീസായി ഇവിടെ. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു 10 കൊല്ലമായെന്ന് ഈ ഓഫീസുകായിട്ട്. ഓഫീസായപ്പോൾ എനിക്കൊരു സ്ഥിരപ്രതിഷ്ഠയുടെ ഓഫീസ് കിട്ടിയല്ല. ഞാൻ പിന്നെ കൊണ്ടുവന്ന് പടമെടുത്ത് എൻ്റെ പിന്നിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എൻ്റെ മുറി കാണുമ്പോൾ ഇപ്പോൾ ആൾക്കാരെ കയറാൻ പറ്റില്ല, പണ്ട് കയറാൻ പറ്റുമായിരുന്നു. ആ മുറിയിൽ ആ പടം ഞാൻ ഇരിക്കണതിൻ്റെ ബാക്കിൽ ആ പടം വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ കാര്യം, ഇതൊരു ദൈവവുമായിട്ടുള്ള ബന്ധം ഒരിക്കലും നിങ്ങൾ ഒക്കേഷനിലാക്കരുത്. നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിൽ ഉടമ്പടി എപ്പോഴും ഞാൻ കൂടെയുണ്ടെന്ന് കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇത് കണ്ടെത്താൻ കഴിയണം. കാര്യം ഉടമ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, വിശ്വാസം തന്നെ ആ ശരിക്കും നമ്മൾ ഇൻവെസ്റ്റഡ് വിശ്വാസമുണ്ട്. അത് നമ്മൾ ഒരു നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത വിശ്വാസമുണ്ട്. അപ്പം മാതാപിതാക്കന്മാരുടെ ഗ്യാരണ്ടിയിൽ നമ്മൾ വേണമെങ്കിൽ മാതാപിതാക്കന്മാർ ക്രിസ്ത്യാനികളായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് അങ്ങനെ ജീവിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. പക്ഷെ നമ്മുടെ പേരിൽ കൂട്ടിയ വിശ്വാസമുണ്ട്. ഇപ്പോഴും പലർക്കും തന്നെ ഒരു കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കന്മാർ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് അവരങ്ങനെ ക്രിസ്ത്യൻസായിട്ട് ജീവിക്കുന്നു. അപ്പം നിങ്ങളുടെ വിശ്വാസ പ്രമാണം എന്ന് പറയുന്ന സംഭവത്തിൽ നിങ്ങളുടെ പേരല്ല കിടക്കണത്. കാരണം നിങ്ങളുടെ പേര് കൂട്ടിയിട്ടില്ല. നിങ്ങളെ വിശ്വാസ പ്രമാണം എപ്പോഴും പേരിൽ കൂട്ടണം നമ്മൾ. എന്നിട്ട് നിങ്ങൾ തൻ്റെ പേര് സ്വന്തമായിട്ട് പിടിക്കണം. നിങ്ങളുടെ പേരിൽ അപ്പൻ്റെ നിന്ന് കിട്ടിയ വിശ്വാസമാകാം, അപ്പൂപ്പൻ്റെ നിന്ന് കിട്ടിയ വിശ്വാസമാകാം, തോമസ് ലിയെ ആരും ആയിക്കൊള്ളട്ടെ. അതൊന്നും പാരമ്പര്യമായിട്ട് ആശയപരമായിട്ട് ശരിയാണെങ്കിലും പ്രായോഗികമായിട്ട് ശരിയാകത്തില്ല. കാര്യം കർത്താവ് ചോദിക്കുന്നത് അങ്ങനെ തോമസ് ലിയായും ഫ്രാൻസിസ് സേവ്യറും അങ്ങനെ പലരും പല കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറയും. ഹൂം ഡു യു സേ ദാറ്റ് ഐ ആം? അതാണ് പത്രോസിനോട് ചോദിക്കുന്നത്. അങ്ങനെ പലരും പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അതാണ് പ്രശ്നം. നമ്മൾ പറയണം. അപ്പോഴാണ് നമ്മുടെ പേരിൽ കൂട്ടി തൻ്റെ പേര് പിടിക്കണത്. പിന്നെ നമ്മൾ ടാക്സ് അടച്ചുകൊണ്ടിരിക്കണം. ഈ ടാക്സ് അടക്കണം. ഇപ്പോൾ എനിക്ക് കോവിഡ് വന്നു. കോവിഡ് വിജയകുമാറിൻ്റെ പരിപാടി എന്താണ്? ഓരോ 3 ദിവസം കൂടുമ്പോഴും പുള്ളി 6000 രൂപ മുടക്കിയിട്ട് കോവിഡ് ടെസ്റ്റ് നടത്തുകയാണ്. വല്ല കാര്യമുണ്ടോ? അച്ഛൻ സുഖപ്പെട്ടാന്ന് അറിയാൻ വേണ്ടി ഈഗർനെസ് അനുസരിച്ചുകൊണ്ട് പ്രൈവറ്റായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പ്രൈവറ്റായിട്ട് എപ്പോഴും സിറം എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് സന്ധ്യയായപ്പോൾ റിപ്പോർട്ട് വരുമ്പോൾ വിജയകുമാർ സങ്കടപ്പെട്ട് വരും. അച്ഛാ ശരിയായിട്ടില്ല. ശരിയാകും അച്ഛാ എന്നു പറയും. അപ്പോൾ കോവിഡ് മാറില്ല. കാര്യം 40 ദിവസത്തിനുള്ളിൽ പുള്ളിക്കാരൻ ഒരു 10-20 ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് കോവിഡിൻ്റെ. കാര്യം പുറത്ത് ടെസ്റ്റ് നടത്തുന്നെങ്കിൽ ഗവൺമെൻറ്റിൽ ഫ്രീ ആണ്. പുറത്ത് അതിൻ്റെ കിറ്റൊക്കെ വാങ്ങിക്കണ്ടേ, അതിന് 2800 രൂപയാണ് ചാർജ് ചെയ്യണത്. അങ്ങനെ 10-12 പ്രാവശ്യം പുള്ളി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സംഭവം. എന്നിട്ട് ശരിയായില്ല. എന്താ കാര്യം? ഈ സമയത്തെല്ലാം നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ. എന്നിട്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെ കർത്താവിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുക്കുന്നു. ഇത് ക്ലേശകാലമാണ്. കർത്താവ് പറയത്തില്ലേ, ഒരു ക്ലേശമായ കാലമുണ്ടാകും. കല്ല് പെറുക്കി കളയാനൊരു കാലം, അല്ലെ ആലിംഗനം ചെയ്യാൻ ഒരു കാലം, കരയാൻ ഒരു കാലം, രോഗിയായിരിക്കാൻ ഒരു കാലം,
ദൈവത്തിൻ്റെ ഒരു കാലം. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. സഭാപ്രസംഗകൻ 3:5. സഭാപുസ്തകം 3:5. കല്ല് പെറുക്കിക്കളയാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കളയാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കളയാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം, കരയാൻ ഒരു കാലം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സഭാപ്രസംഗി 3:4. കരയാൻ ഒരു കാലം, കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, വിലപിക്കാൻ ഒരു കാലം, വിലപിക്കാൻ ഒരു കാലം, നൃത്തം ചെയ്യാൻ ഒരു കാലം. നൃത്തം ചെയ്യാൻ ഒരു അപ്പം കാലം. ചില കാലങ്ങൾ ദൈവഹിത പ്രകാരമായിട്ട് വരും. അത് സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യണം. അല്ല, അവർക്ക് വന്നില്ലല്ലോ കാലം, എനിക്ക് മാത്രം ഉടമ്പടി എടുത്ത് എനിക്ക് മാത്രമാണല്ലോ ദുഃഖം, എനിക്ക് മാത്രമായ രോഗം എന്ന് പറഞ്ഞ് ദൈവത്തെ മുൾമുനെ നിർത്തരുത്. ഇത് കർത്താവ് എനിക്ക് നൽകുന്ന കൽപ്പന നൽകുന്ന കാലമാണ്. ഇത് ഞാൻ ദൈവഹിതമായിട്ട് അക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ കുരിശിന് ഞാൻ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് കൃപയാക്കി മാറ്റും. അങ്ങനെയാണ് കൃപയുടെ കോടീശ്വരനാകണത്. അങ്ങനെയാണ് നമ്മുടെ മൂല്യം വർദ്ധിക്കണത്. അതാണ് ദൈവ തിരുസേന സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് സ്വീകരിക്കേണ്ട സ്ഥിതി. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. പാടി വാഴ്ത്തുന്നില്ല കൈയടിച്ചുകൊണ്ട് സന്തോഷത്തോടെ. സ്നേഹം ഓർക്കുന്നില്ല. 12:21. ലുക്ക 12:21. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കണവന് ലോകായിക രൂപയിൽ പോട്ടെ, അത് വിഷയമല്ല. ദൈവത്തിരുസന്നിധി സമ്പന്നനാകണം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃപയിൽ സമ്പന്നനാകുക എന്നതിൻ്റെ അർത്ഥം. കാരണം ദൈവം വിലമതിക്കണത് എന്താണ്? കൃപയാണ്. മാതാവിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് മാലാഖ സ്തുതി പറയാൻ കാര്യം എന്താണ്? കരുത്വമേന എന്ന് പറയാൻ കാര്യം എന്താ? കൃപ നിറഞ്ഞവളെ സ്വസ്തി. ദൈവം മൂല്യം കൊടുക്കണത് എന്താ? കൃപയാണ്. കൃപാസനത്തിൽ വരുമ്പോൾ, ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് മറ്റ് സ്ഥാവര ജംഗ വസ്തുക്കളുടെ വീണ്ടെടുപ്പും വികസനത്തെക്കാൾ ഉപരി ദൈവവുമായിട്ടൊരു ബന്ധപ്പെടുത്തുകയും നിങ്ങളുടെ അടുത്ത് ഇൻവെസ്റ്റ് ഉണ്ടാക്കുകയും കുരിശിന് നിങ്ങളെ വിശ്വാസം കൊണ്ട്, കുരിശിന് നിങ്ങളെ പ്രത്യാശ കൊണ്ട്, കുരിശിന് നിങ്ങളെ അതുപോലെ തന്നെ സ്നേഹം കൊണ്ട് അതിനെ കൺവേർട്ട് ചെയ്ത് കൃപയാക്കി മാറ്റണം. അപ്പോൾ ആ കൃപ നിങ്ങളുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാകുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങൾ ദൈവതിരുസന്നിധിയിൽ മൂല്യമുള്ളവരായിട്ട് മാറും. അതാണ് 12:51. ദൈവതിരുസന്നിധി സമ്പന്നരാകുക. പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടിയിലൂടെ ദൈവതിരുസന്നിധിയിൽ സമ്പന്നരാകുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. അഭിഷേകം ചെയ്യണമേ. അപ്പം നമ്മൾക്കറിയാം, ഓരോ ക്രൈസിസും നമ്മളെ സമ്പന്നരാക്കുകയാണ് ചെയ്യണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അതാണ് സാക്ഷി ജോളി വിൻസെൻ്റ്, ക്ലാപ്പന, കൊല്ലത്ത് ക്ലാപ്പന എന്ന് ജോളി വിൻസെൻ്റ്. ഇപ്പം ജോളി വിൻസെൻറ്റും ഒരു സ്വപ്നം കണ്ട്, രണ്ടുപേരും രണ്ടിടത്ത് വെച്ച് ഒരേ സ്വപ്നം കണ്ട്. ഈ ദൈവത്തിൻ്റെ വഴികൾ കണ്ടില്ലേ? ദൈവത്തിൻ്റെ വഴികൾ ഭയങ്കര വിസ്മയാവഹമാണ്. എന്താ കാരണത്? ഭർത്താവും ഭാര്യയും ഒരേ സ്വപ്നം രണ്ടിടത്ത് വെച്ച് കണ്ടു. എന്താ കണ്ടത്? എന്താണ്? മകനെ മകൻ അപകടപ്പെടും. നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയുമെന്ന് പറഞ്ഞില്ലേ? ബെടപ്പുകൾ വരാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളെ അറിയിക്കും, അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അപ്പോൾ നിങ്ങളുടെ ഉടമ്പടി ഓക്കെ ആണെങ്കിൽ, അത് ഡാമേജ് അല്ലെങ്കിൽ, ഉടമ്പടി പ്രകാരമാണ് നിങ്ങളെല്ലാം ചെയ്യണത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പണ്ട് എനിക്ക് ഈ സ്റ്റാമ്പ് കളക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. സ്റ്റാമ്പ് കളക്ഷൻ. അപ്പോൾ എൻ്റെ റെക്ടർ ക്ലോഡസിൻ്റെ മുറിയിലൊക്കെ ചെന്നിട്ട് പോസ്റ്റ്മാൻ വരുമ്പോൾ 2-3 പ്രദേശത്ത് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടാവും.
ഇവരെല്ലാവരും കൂടി ആദ്യം ഓടി എത്തണവർക്ക് ക്ലോഡച്ചൻ സ്റ്റാമ്പ് പറിച്ചു കൊടുക്കും. അച്ഛന് കൂടുതൽ സ്റ്റാമ്പ് വരുന്നത് കാനഡയിൽ നിന്നാണ്, മലേഷ്യയിൽ നിന്ന്. മലേഷ്യയിൽ ചിത്രശലഭത്തിൻ്റെ സ്റ്റാമ്പും കാനഡയിൽ അവിടുത്തെ ഒരു പ്രത്യേക വൃക്ഷത്തിൻ്റെ ചുവപ്പ് ഇലയുടെ സ്റ്റാമ്പ് വരും. ഭയങ്കര രസമാണ്, ഭംഗിയാണ്. അപ്പോൾ ക്ലോഡച്ചെടുക്കുന്ന റെക്ടർജെടുക്കുന്ന സ്റ്റാമ്പ് അടിച്ച് മാറ്റാൻ വേണ്ടി ഉള്ള ഓട്ടം ഈ പോസ്റ്റ്മാൻ വരുമ്പോൾ ചെയ്യണതാണ്. ഞാൻ ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടം പോലെ തന്നെ എന്നിട്ട് ഈ പറിക്കണ സമയത്ത് സ്റ്റാമ്പിൻ്റെ പല്ല് ഡാമേജ് ആകും. അപ്പോൾ ഈ പറിക്കുമ്പോൾ ക്ലോഡച്ചന് പ്രായമുള്ള അച്ഛനാണ്. പ്രായമുള്ള അച്ഛന് കാനഡ മലേഷ്യയുടെ സ്റ്റാമ്പ് പെട്ടെന്ന് അച്ഛനെ അതിൻ്റെ കത്തെടുക്കാൻ വേണ്ടിയുള്ള ഇതിൽ ഞങ്ങൾക്ക് സ്റ്റാമ്പ് തരണതിനേക്കാൾ ഉപരി അച്ഛനെ അതിനകത്തുള്ള കത്തെടുക്കണം. അതിനു വേണ്ടി പറിക്കുമ്പോൾ പേടി ചങ്കിടിച്ചുകൊണ്ടിരിക്കും. എന്താണ്, എൻ്റെ പല്ല് പറഞ്ഞു പോകുക, സ്റ്റാമ്പിൻ്റെ പല്ല് പറഞ്ഞാൽ ഡാമേജാണ്, പിന്നെ അത് കളയേണ്ടി വരും. അപ്പോൾ അത് ഇൻവാലിഡായി പോകും, മൂല്യമില്ല. അപ്പോൾ അതുകൊണ്ട് വാലിഡ് അത് പല്ല് എല്ലാം ഉള്ള സ്റ്റാമ്പാണെങ്കിൽ ക്ലോഡച്ചനും മുറിയുന്ന ഞങ്ങൾ ചാടിപ്പുറത്ത് കൈ ഒടിച്ചുകൊണ്ട് എന്താണ് ഡാമേജ് അല്ലാത്ത പുതിയൊരു വെറൈറ്റി സ്റ്റാമ്പ് കിട്ടി, അതുകൊണ്ടൊന്ന് ആൽബത്തിൽ ഒട്ടിച്ചു വെക്കും. അപ്പോൾ ഈ പല്ല് പോണത് സ്റ്റാമ്പ് ഡാമേജാണ്. ഉടമ്പടിക്കും ഇതുപോലെ സംഭവമുണ്ട്. ചില ഉടമ്പടി ഡാമേജായി പോവും, പല്ല് പോവും. നിങ്ങൾ ധൃതി കാണിച്ചും അല്ലെങ്കിൽ നിങ്ങളത് വേണ്ട രീതിയിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ദൈവസ്നേഹം വേണമല്ലോ ഇതിന്, പശുത്താൻ നിറവിലല്ലേ ഇത് ചെയ്യേണ്ടത്. നിരാശയിലും സങ്കടത്തോടെയും ചെയ്തു നോക്കാം, എല്ലാവർക്കും ചെയ്യേണ്ടല്ല. ചെറുക്കൊക്കെ ഈ ഷോർട്ടേജ് അടിക്കുന്ന പോലെ അവർക്ക് എന്ത് കിട്ടിയെന്ന് അങ്ങോട്ട് കഴിഞ്ഞ് വിളിച്ചു ചോദിക്കും, എടി നിൻ്റെ കാര്യം വല്ല നിൻ്റെ കാര്യം നടന്നാ. അവർ ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കണ പോലെ ചില പെണ്ണുങ്ങളൊന്നും ഉടമ്പടി എടുത്തിട്ട് ഇവർക്കടിച്ചാന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും. പരീക്ഷാഫലം പോലെ നീ ജയിച്ചാ, നിനക്കെല്ലാം മൊഴികളും കിട്ടിയ എന്ന് അങ്ങോട്ടും വിളിച്ചു ചോദിക്കണം. ദൈവത്തിനെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ ഉടമ്പടി ഫലങ്ങളെക്കുറിച്ച് പരസ്പരം പറഞ്ഞും വിളിച്ചും ചോദിച്ചും ഉടമ്പടി നിങ്ങൾ ഡാമേജ് ആക്കും. ഉടമ്പടി നിങ്ങളും ദൈവവും തമ്മിലുള്ള സ്വകാര്യ രഹസ്യമായൊരു ബന്ധമാണ്. അതിൻ്റെ അകത്തൊരു രഹസ്യാത്മകത ഉണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർ നോക്കിയിട്ട് നിങ്ങളുടെ ദൈവബന്ധത്തെ വിലയിരുത്തരുത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ആഹാരം നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങളെന്താ ചെയ്യേണ്ടത്? ആദ്യം ദൈവരാജ്യത്തെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ നിങ്ങൾ അതിൽ വിശ്വസിക്കണം. എന്നിട്ട് നിങ്ങൾ ചെയ്യാനുള്ള ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കണം. ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല. ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങൾ സംസാരിക്കാതിരിക്കേണ്ട വ്യക്തികൾ ഉണ്ടാകാൻ പാടില്ല. ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് കടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് 10 പൈസ കിട്ടി, നാളെ നിങ്ങളെ സഹായിച്ച ഇന്നലെ നിങ്ങളെ സഹായിച്ച ആൾക്കാരായിരിക്കും. അപ്പം ഉടനെ നിങ്ങൾക്ക് പൈസ കിട്ടിക്കഴിയുമ്പോൾ വീട്ടിൽ ശമ്പളം കിട്ടിയിട്ട് അല്ലെങ്കിൽ മകൻ വരട്ടെ അപ്പം തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ 10,000 രൂപ മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പൈസ കിട്ടി, മകൻ വന്ന് പൈസ കിട്ടി. പക്ഷേ നിങ്ങളെന്ത് ചെയ്യും? ഇപ്പോൾ ഒരു സെൽഫോൺ മേടിക്കാം, ഒരു സ്മാർട്ട് ഫോൺ മേടിക്കാം, ആ കാശ് പിന്നെ കൊടുക്കാമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ഡാമേജ് ആയിപ്പോയി. എന്താ കാര്യം? നിങ്ങൾ വാക്ക് പാലിച്ചില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? മകൻ വരട്ടെ, മകൻ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാശ് തരാം എന്ന് പറയുന്നത് നിങ്ങളെ വിശ്വസിച്ച് ആണ് നിങ്ങൾക്ക് ആ പൈസ വന്നത്. ഇപ്പം മകൻ വന്ന് നിങ്ങൾക്ക് കാശ് കിട്ടി, പക്ഷേ ഇപ്പം നിങ്ങളെന്താ പറയണത്? നല്ല സ്മാർട്ട് ഫോൺ മേടിക്കണം, ഇങ്ങനെ തൊട്ട ഓടണ പുതിയ ഫോണുണ്ട്, അത് വാങ്ങിച്ച്. അപ്പം നിങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവരുടെ കാര്യം എന്ന് പറയുമ്പോൾ ആദ്യം ദൈവരാജ്യം എന്ന് പറയണത് ആദ്യം മറ്റുള്ളവരുടെ കാര്യമല്ലേ ചെയ്യേണ്ടത്. നമ്മൾ കടപ്പെട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യണം. അപ്പോൾ ഉടമ്പടി ഡാമേജ് ആകത്തില്ല. അല്ലെങ്കിൽ സ്റ്റാമ്പിൻ്റെ പല്ല് ഡാമേജ് ആയ പോലെ നിങ്ങളുടെ ഉടമ്പടി ഡാമേജ് ആകും. അപ്പോൾ ഉടമ്പടി ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ചേരുവകളും ചെയ്വനകളും കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ദൈവദൃശ്യം നീറ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ ഡാമേജ് ആകാത്ത ഉടമ്പടിയാണ്. ഡാമേജ് ആകാത്ത ഉടമ്പടി ഒരു ദേശീയ പാത പോലെയാണ്. ദൈവം ഏത് സമയത്തും വരും. ഇപ്പോൾ എന്താ പറയുക, ജോളിയുടെ പ്രശ്നം എന്താ? ജോളിയും വിൻസെൻറ്റും അപ്പോൾ അവർ സ്വപ്നം കണ്ട പോലെ തന്നെ മകനെ വണ്ടി ഇടിച്ച് പിറ്റേ ദിവസം. അപ്പോൾ ഭർത്താവ് ഭാര്യനെ വിളിച്ച് പറഞ്ഞില്ല. അവൾ വിളിച്ച് പറഞ്ഞാൽ ഭാര്യ വല്ലാത്ത കണ്ടീഷനായി പോകും. ഭർത്താവ് നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ്. പോകുമ്പോൾ ഉടനെ ഭാര്യയെ ആരണ്ടി ഭാര്യ വിളിച്ച് മകന് വണ്ടി ഇടിച്ച് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഭാര്യ ഭർത്താവിനെ വിളിച്ച് പറഞ്ഞ് മകൻ വണ്ടി ഇടിച്ച് എന്ന് പറഞ്ഞപ്പോൾ
ഒരു മകനേ ഉള്ളേ, ഒന്നിലൊരു മകനാണേ. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം, നീ അടങ്ങാമെന്ന് പറഞ്ഞു. അടങ്ങാനൊന്നുമില്ല, നിങ്ങളെ വന്നിവിടെ എന്നെ കൂട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. കാര്യം അവർ വയലൻ്റായി. അവർ ഉടനെ വയലൻ്റായി. ഉടനെ ഈ ഭർത്താവ് തിരിച്ചു വന്ന് വണ്ടിയിൽ ഇവരെയും കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ടെൻഷൻ അടിച്ചാണ് ചെയ്യുന്നത്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞ് അവരൊക്കെ പോവുകയും ചെയ്ത്, റെസ്റ്റ് എടുക്കട്ടെ, ഗ്ലൂക്കോസ് കയറുന്നുണ്ട്, വെള്ളം കുടിച്ച് ഫ്രഷ് ആയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ഇവർ ഡാമേജ് ആകാത്ത ഉടമ്പടിയാണ്, ഇവരുടെ ജോലിയുടെ ഉടമ്പടി ഡാമേജ് ആകാത്തതാണ്. അവർ കൃത്യമായിട്ട് ആ സംഭവം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡാമേജ് ആകാത്ത ഉടമ്പടി ആയതുകൊണ്ട് ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഈശോ പറഞ്ഞ്, മകളെ അവന് നെറ്റിക്കും നോക്കിക്കിട്ട് ആ പുരുകത്തിൻ്റെ മുകളിലോട്ട് നോക്കാൻ പറഞ്ഞു. ഉടനെ ജോളി മകൻ്റെ പുരുകത്തോട്ട് നോക്കി, അവൻ ഉറങ്ങിക്കിടക്കണ പോലെ കിടക്കുകയല്ലേ, നോക്കിയപ്പോഴുണ്ട് ഒരു നീലപ്പൊട്ട്. അപ്പോൾ ഇവർ നേഴ്സാണ്, സീനിയർ നേഴ്സാണ്. അപ്പോൾ ഈ നെറ്റിയിൽ നീലപ്പൊട്ട് എന്താണെന്നുള്ള ഇവർക്ക് പെട്ടെന്ന് പിടികിട്ടി. ഇവരപ്പം തന്നെ ആശുപത്രിയിലേക്ക് ഓടി സർജനെ കണ്ടെത്തിയപ്പോൾ പറഞ്ഞു, സാറേ ഒന്നുകൂടി വന്ന് നോക്കി, തിരിച്ചുണ്ടാവും, സ്കാൻ ചെയ്യണം, ഒരു നീലപ്പൊട്ട് കിടപ്പുണ്ട്, അത് ക്ലോട്ടിങ് ആണെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പോയിട്ട് വല്ല കാര്യമുണ്ട് അവിടെ? ഭർത്താവ് ആരും കുഴപ്പമില്ലെന്ന്, അവർ നേഴ്സ് സ്കിൽഫുള്ളായിട്ടുള്ള പേഴ്സൺ വരുമ്പോൾ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടല്ലേ, അവർ നേഴ്സായതുകൊണ്ട് ഹെഡ് നേഴ്സാൻ പറ്റുകയാണ് അവർ. അപ്പോൾ അവരൊക്കെ ഉടനെ തിരിച്ചു വന്ന് സ്കാൻ ചെയ്തപ്പോഴുണ്ട് ക്ലോട്ടാണെന്ന് അറിഞ്ഞോടുകൂടി സിറ്റുവേഷൻസ് ആപ്പടെ മാറി. ഡോക്ടർ എല്ലാവരും മാറ്റി, ഇവനെ ICUലോട്ട് മാറ്റി. പിന്നെ എന്താ പ്രശ്നം? ഇവനിനി ഛർദ്ദിക്കരുത്, 1, തലവേദന ഉണ്ടാവരുത്, 2, ഇപ്പം അങ്ങനെ കുറച്ച്, അതായത് ഛർദ്ദിക്കരുത്, തലവേദന ഉണ്ടാവരുത്. ഇപ്പം നിരീക്ഷണത്തിലായി ഇവൻ. അപ്പം നിരീക്ഷണത്തിലായെങ്കിലും ക്ലോട്ട് ഇത്തിരി സീരിയസ് ആണ്. അങ്ങനെ വന്നാൽ തലക്ക് ഇഞ്ചറി ഉണ്ട്, അതാണ് വിഷയം. അപ്പോൾ തലക്ക് ഇഞ്ചറി ഉള്ള കാരണം ഛർദ്ദിക്കാനുള്ള സാധ്യത 100%. ഇവർ രാത്രി ഉറങ്ങാതെ കഴിച്ചു കൂട്ടും. 3 മണിയായപ്പോൾ ഭർത്താവ് ഉറങ്ങും. അപ്പോൾ 3 മണിയാൾക്ക് ഭർത്താവ് ഉറങ്ങുമ്പോൾ ഇവർക്ക് തോന്നുവേ, ആരെയും വിളിക്കത്തില്ല ഇവർ അതാണ് ഈ ഡാമേജ് ഇല്ലാത്ത ഉടമ്പടിക്കാരുടെ ഗുണം. അതാണ് ഇവർ പറഞ്ഞ വാക്കുണ്ട്, ഞാൻ ആരെയും വിളിച്ചില്ല, എന്തിനാണ് വിളിക്കണത്, ഉടമ്പടിക്കാത്തവരെ വിളിച്ചിട്ട് എന്ത് കാര്യമെന്ന്. സ്വന്തം അമ്മയും അപ്പനും ഒക്കെ ഉണ്ട്, നാത്തിനൊക്കെ ഉണ്ട്, അവരാരും ഉടമ്പടി എടുത്ത് ദൈവമായിട്ട് ബന്ധമില്ലല്ലോ. അവർ ഒരു മനുഷ്യൻ്റെ ചിന്ത, അവരുടെ സ്വന്തം ചിന്തയാണ്. ഞാൻ ആരെയും വിളിച്ചില്ല, ഞാൻ ഉടമ്പടി എടുത്ത ആൾക്കാരെ വിളിച്ചു. അത് എൻ്റെ മകൻ ഇങ്ങനെ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വ്യത്യാസം കണ്ട, ആൾക്കാർ ഉടമ്പടിയെ കാണുന്ന രീതി കണ്ട. അവിടെ ബന്ധപ്പെട്ടവരുടെ രക്തബന്ധമുള്ളവരെയും വിളിക്കണില്ല. അവരുടെ ബന്ധം എന്താണ്? ഈ സമയത്ത് അവർക്ക് വന്ന് മോങ്ങാനല്ല, കെട്ടിപ്പിടിച്ച് ചാകണം മുമ്പ് തന്നെ കുറേ ആൾക്കാർ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞില്ലേ മറ്റേ ഗ്രേസിനെ, ആ ജിൻസിനെ കെട്ടിപ്പിടിച്ച്, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാനല്ലേ പറ്റത്തുള്ളൂ. പിന്നെ 2 ഓറഞ്ച് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും, അല്ലാതെ ഈ കക്ഷികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഇവർ ജോലി പറയണത്, ഞാൻ ബന്ധുക്കളൊന്നും വിളിച്ചില്ല, എന്താ കാര്യം, ഞാൻ ഉടമ്പടി എടുത്തവരെ അറിയിച്ചു. അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉടമ്പടി തൈലം കൊണ്ട് വന്നു. അതാ വിഷയം. ഞാൻ അകത്ത് കയറി നെഞ്ചിൽ പെരട്ടി ഞാൻ എന്നെ ഉടനെ നേഴ്സ് പുറത്താക്കി. അപ്പോൾ ഈ വെയിറ്റ് ചെയ്യാണ്, കാര്യം വളരെ മോശം കണ്ടീഷനിലേക്കാണ് ആൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പുറത്ത് നിന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നി, എൻ്റെ ഉടമ്പടിക്ക് ആശ്രയം കൊണ്ടുപോയി അവൻ്റെ കഴുത്തേൽ കൊന്തലിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവേ, ഞാൻ ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷേ എൻ്റെ അവസ്ഥ ഇപ്പം അറിയാമല്ലോ, ഈ ഉടമ്പടിക്ക് ആശ്രയം ഇത് മാത്രമേ അവനെ ജീവനിലോട്ട് കൊണ്ടുവരാൻ ഇത് മാത്രമേ ഒരു ആധാരമുള്ളൂ. അതുകൊണ്ട് ഇത് ഞാൻ പറിച്ച് അവൻ്റെ നെഞ്ചിലുള്ള കിടക്കണ കൊന്തേ കെട്ടാൻ പോകണം പറഞ്ഞ് ഇവിടെ അകത്ത് കയറിയപ്പോൾ ഒരു നേഴ്സ് വന്ന് തടഞ്ഞു. നിങ്ങൾ ഇതിനകത്ത് കയറാൻ അനുവാദമില്ല, ഇവിടെ കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കഴിയുമ്പോൾ ഈ ആളെ ഇവിടെ കസ്റ്റഡിയിലാണല്ല, അപ്പോൾ ഇയാളുടെ ബോഡിയെ തൊടാനോ അമ്മയാണെന്നൊരു കാര്യമില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല. ഉള്ള കൊന്ത ഊരാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ഇവൻ്റെ കഴുത്തിലെ കൊന്ത ഊരാനാണ് ഞാൻ വന്നതെന്ന് ആ നേഴ്സ് പറയുമ്പോൾ ഈ ചേച്ചി ഉള്ള സത്യം പറയും, നേഴ്സ് അങ്ങനെ ഊരരുത്, അത് മാത്രമേ ഇനിയുള്ളൊരു പിടിവള്ളിയുണ്ട്, അതുമേൽ ഈ ഉടമ്പടിക്ക് ആശ്രയം കെട്ടാനാണ് ഞാൻ വന്നതെന്ന് ഇവർ പറയും. അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും നടക്കത്തില്ല പറഞ്ഞാൽ അവർ പോവും. അവർ പോയി കഴിയുമ്പോൾ വേറൊരു നേഴ്സ് വരും. എന്താ ചേച്ചി കരയണത്? എൻ്റെ മകനാണ്, അതിൻ്റെ കൊന്ത ഊരുമെന്നും പറഞ്ഞിട്ടാണ് അവർ പോയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുതിയ നേഴ്സ് പറയും സാരമില്ല, കൊന്ത ഊരേണ്ട അവസ്ഥ വരികയാണെങ്കിൽ, അവൻ സ്കാൻ ചെയ്യുമ്പോൾ കൊന്ത ഊരേണ്ടി വരികയാണെങ്കിൽ
ഞാൻ തന്നെ ഊരിയെടുത്തിട്ട് ഞാൻ തന്നെ ഇട്ടോളാം, നിങ്ങൾ സമാധാനത്തിൽ ഇരിക്കാൻ പറയും. അപ്പോൾ ഇവർ പറയും, അമ്മ പറയും, ഈ കാശ് രൂപം അവൻ്റെ കഴുത്തെ കെട്ടിക്കൊടുക്കാനാണ് ഞാൻ വന്ന് അകത്ത് കയറിയത്, അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ നേഴ്സ് പറഞ്ഞു അതിനെന്താ അവൻ കെട്ടിക്കൊടുക്കാറില്ല എന്ന് പറയുമ്പോൾ ഈ നേഴ്സിൻ്റെ കഴുത്തിൽ ഉടമ്പടി കാശുരം കിടക്കും. അപ്പോൾ ഇവർ കണ്ണു നിറഞ്ഞു പോയി ശരിക്കും. അതായത് മാതാവ് മറ്റവരെ മാറ്റിയിട്ട് ഇവരെ പ്ലേസ് ചെയ്തിരിക്കണ്ട, ഉടമ്പടി എടുത്തൊരു മോളെ തന്നെ ആ സെക്കൻഡ് അവിടെ സ്പേസ് ചെയ്ത്. ഇത് ടൈമിംഗ് എന്ന് പറയും, ഇതാ ടൈം മദറെന്ന് പറയണം നമ്മൾ. മറ്റൊരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ തന്നെ യഥാർത്ഥ ആളെ മാതാവ് പറഞ്ഞു വിട്ടിട്ട് അവർ ആ ഉടമ്പടി കാശുരൂപം കെട്ടിവെച്ചും പുറത്തേക്ക് വന്ന ആ കൊന്ത കാശുരൂപം കെട്ടിയിട്ട് പുറത്തേക്ക് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വെളുപ്പിന് 3 മണിയായി. 3 മണിയായപ്പോൾ ഭർത്താവ് ഉറങ്ങി. പിന്നെ ഇവർ ആശുപത്രി ജനലിങ്ക നിൽക്കുകയാണ്. അപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഞങ്ങൾക്ക് ഒരു മകനേ ഉള്ളൂ, ഒന്നും പറയാനില്ല, എല്ലാം അമ്മയുടെ കയ്യിലാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ട് ആകാശത്തിങ്ങനെ വെള്ളമേഘങ്ങളിങ്ങനെ വന്ന് നിറഞ്ഞു. എന്നിട്ട് അവിടെ നീല മേലേക്ക് തെളിഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ കാവലായിട്ടുണ്ടെന്നതിൻ്റെ അർത്ഥം. അതായത് ഇങ്ങനെ ഈ ജനലിൽ കൂടെയാണിത് കാണുന്നത്. ഈ സംഭവം കടൽത്തീരം മുഴുവൻ നിറഞ്ഞിട്ട് അവസാനം വെള്ളി മേഘങ്ങളിൽ ഇങ്ങനെ അമ്മയുടെ നീലമേലെങ്കി തെളിയും. അപ്പോൾ ഇവർക്ക് ഉറപ്പാവും, കാര്യം ഇവർക്കല്ലേ ഈ കോഡ് ഭാഷ അറിയത്തുള്ളൂ. ഉടമ്പടി ഡാമേജ് ആകാത്തവർക്ക് ദൈവത്തിൻ്റെ പ്രസൻസിൻ്റെ കോഡ് ഭാഷ അറിയാം. അല്ലാതെ ദൈവം എന്ത് തലകുത്തി പറഞ്ഞാലും അറിയാൻ പറ്റത്തില്ല. കാര്യം ഫ്രോഡാണ് ഉടമ്പടി എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല. ആ കറക്റ്റ് ആൾക്കാർ, ആ വേവലെന്തുള്ള സത്യസന്ധമായ ഉടമ്പടിയിലൂടെ ജീവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സൂചനകൾ അറിയാൻ പറ്റും, പ്രസൻസ് അറിയാൻ പറ്റും. പിറ്റേ ദിവസം ആയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ടെസ്റ്റെല്ലാം ഓക്കെയാണ്, ഛർദ്ദിച്ചിട്ടില്ല, തലവേദനയില്ല, ഓക്കെയാണ്, മകനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ്, അതായത് ഇവളെ സംബന്ധിച്ചിടത്തോളം അവർ അറിവ് അനുഭവമായി, അനുഭവം ബോധ്യമായി, ബോധ്യം സാക്ഷ്യമാകും. സാക്ഷ്യം 2 തരമുണ്ട്. അറിവാണ് അനുഭവം ഉണ്ടാക്കുന്നത്. അനുഭവം മേജർ ആയിട്ടുള്ള അനുഭവങ്ങളുണ്ട്, മൈനർ അനുഭവങ്ങളുണ്ട്. മേജർ അനുഭവങ്ങളിൽ നിന്ന് മേജർ ബോധ്യങ്ങളുണ്ടാകും. ബോധ്യങ്ങൾ എന്തുണ്ടാക്കും? സാക്ഷ്യം ഉണ്ടാക്കും. സാക്ഷ്യം 2 തരമുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ഏറ്റുപറച്ചിലുണ്ട്, സാക്ഷ്യമായി ജീവിക്കണമുണ്ട്. സാക്ഷ്യമായി ജീവിക്കണ 2 തരമുണ്ട്. വേദസാക്ഷ്യമുണ്ട്, രക്തസാക്ഷ്യമുണ്ട്. ഉടമ്പടി നിങ്ങൾ നയിച്ചുകൊണ്ട് പോണത് ദൈവത്തിന് വേണ്ടി ജീവിച്ച് ജീവിത സാക്ഷ്യങ്ങളിലേക്കാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, സാക്ഷ്യമായി ജീവിക്കുവാൻ ഉടമ്പടിയിലൂടെ എന്നെ വിളിച്ചതിന് ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. മരണം വരെ കൃപയിലെ എന്നെയും കുടുംബത്തെയും നിലനിർത്തണമേ. ശ്രദ്ധിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിലെ കുരിശിൻ്റെ അടയാളത്തിലെ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്ന കർത്താവേ, നിന്റെ തിരുമുറുപാടുന്ന വലത്തെ കരം, ആണിപ്പെടുത്താറുന്ന അത്ഭുത കരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, ഈശോ ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളിലും കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ. എല്ലാ പേശികളിലും കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ക്യാൻസർ, സിസ്റ്റുകൾ, മുഴകൾ, ത്വക്ക് രോഗങ്ങൾ, ചൊറികൾ, ചിരങ്ങുകൾ, ചുണങ്ങൾ കർത്താവിൻ്റെ അകത്ത് കഴുകപ്പെടട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കഴുകപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് മക്കളെ കൈകൾക്ക് ഒപ്പുക. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കർത്താവ് ജീവനോടെ ഇവിടെ സാന്നിധ്യം നൽകുന്ന വലിയ സ്വർഗീയ ശക്തിയുടെ നിമിഷങ്ങളാണ്.
നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, കലങ്ങിയ കുടുംബങ്ങൾ, ഭിന്നിച്ച കുടുംബങ്ങൾ, വഴിപഴിച്ചു പോയ മക്കൾ, അന്യനാടുകളിലും വിദേശത്ത് നിന്ന് അകപ്പെട്ടു പോയവർ, ജപ്തി നടപടി നേരിടുന്നവർ, സാമ്പത്തിക സ്രോതസ്സുകൾ വറ്റിപ്പോയവർ, സാമ്പത്തികം അന്യാധീനപ്പെട്ടു പോയവർ, ആ മേഖലകളെല്ലാം സമർപ്പിക്കാൻ പോവുകയാണ്. ഒരു ഗതിയും പരഗതിയുമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന മനുഷ്യരുണ്ട്. അവരെല്ലാം പരിശുദ്ധ അമ്മയോട് ചേർത്ത് കൊടുത്തുകൊണ്ട് ഈ ആഴ്ചയിൽ തന്നെ സമയബന്ധിതമായി 7 ദിവസത്തിനുള്ളിൽ അവരുടെ വിഷയത്തിന് മേൽ ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കൃപ മക്കളുടെ ആവശ്യിക്കട്ടെ. ഈശോ 38 വർഷം ഏർപ്പിച്ച കൃപയുടെ യോഗ്യതയാൽ ഇയാൾ താഴെ നടന്ന 10,000 ആരാധന ശക്തിയാൽ മാരക രോഗങ്ങള്, തീരാ ജീവിത തടസ്സങ്ങള്, തീരാ ജീവിത ദുരിതങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. മുട്ടേദിക്കുക. അച്ഛൻ്റെ പ്രാർത്ഥന ഉൾപ്പെടാത്ത വിഷയങ്ങൾ, നിങ്ങളുടെ സ്വകാര്യമായ സങ്കടങ്ങൾ മൗനമായി ഈശോയ്ക്ക് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ സമർപ്പിക്കുക. അപൂർവമായൊരു സമയമാണിത്. ഇത്രയും നമ്മൾ വചനം കേട്ടതിന് ശേഷമാണ് ഇപ്പോഴും കർത്താവിൻ്റെ ദിവസം മുട്ടുകുത്തിക്കൊണ്ട് നമ്മുടെ ജീവിത നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ കണ്ണീരിടുന്നത്. ഇതിൻ്റെ മേൽ സാക്ഷ്യം പറയാവുന്ന നേരത്തെ നിങ്ങൾ ഈശോയോട് പറഞ്ഞുകൊള്ളുക. സാക്ഷ്യം പറയാൻ സാധിക്കും. നിങ്ങൾ ദൈവത്തിന് ഒരു സമയം കൽപ്പിച്ച് നൽകുക. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അമ്മ ഒരു സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ കർത്താവ് അത് മാറ്റത്തില്ലെന്ന് ഓർത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷയത്തിന് മേൽ ദൈവിക തീരുമാനം ഉണ്ടാകാം. സമയം നിങ്ങൾ നിശ്ചയിക്കുക. അമ്മേ, പരിശുദ്ധമ്മ, ദേവമാതാവേ, സമയത്തിൻ്റെ മാതാവേ, സഞ്ചാരി മാതാവേ, എല്ലാ മേഖലകളിലും മക്കൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ സമയബന്ധിതമായി നിറവേറാൻ ആവശ്യമായ ദൈവത്തിൻ്റെ മാധ്യസ്ഥം പരിശുദ്ധ അമ്മയുടെ അപ്രതിരോധ്യമായ സ്വർഗീയ മാധ്യസ്ഥത്തിന് മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരാധന, ഹല്ലേലൂയ. ഈശോയെ സമയബന്ധിതമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നവരുടെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. മൗനമായി സ്വന്തം സ്വകാര്യ സങ്കടങ്ങൾ സമർപ്പിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് വേണ്ടി അച്ഛനും ഈശോയെ തൊട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നിങ്ങളുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. സംശയിക്കാത്ത വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് വചനത്തിൽ കേട്ടതുപോലെ പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഞങ്ങളുടെ നിലപാടുകളിലൂടെയും സമീപനങ്ങളിലൂടെയും ആത്മാവിൻ്റെ ഫലങ്ങൾ സമൃദ്ധമായി ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് എത്രയും വേഗം സാക്ഷ്യം പറയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.